ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, അനേകം വാസസ്ഥലങ്ങളുണ്ട് എൻ പിതാവിൻ്റെ ഭവനത്തിൽ. യോഹന്നാൻ 14:2. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നുവെങ്കിൽ സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഇന്ന് രാവിലെ ഉറക്കമുണർന്ന സമയത്ത് ഈ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. ഉറക്കമുണരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നൊരു ചിന്തയുണ്ട്, ഒരു ഓർമ്മയുണ്ട്. ഈശോ മിശിഹ ഭൂമിയിലേക്ക് പിറക്കുന്ന സമയത്ത് ആദ്യം നിഷേധിക്കപ്പെട്ടത് സ്ഥലമാണ്, പിറക്കാനുള്ള സ്ഥലം. അവനൊരു മുറി, അവനൊരു വാസഗൃഹം. അതില്ല ഇല്ല എന്ന് പറഞ്ഞ് സർവ്വമനുഷ്യരും കതക് കൊട്ടിയടച്ചു. സത്രത്തിൻ്റെ വാതിലുകൾ പെട്ടെന്ന് അടഞ്ഞുപോയി. അവൻ്റെ ജീവിതത്തെ ഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അവൻ ആദ്യം നിഷേധിക്കപ്പെട്ടത് ഒരു മുറി, ഒരു വാസഗൃഹമാണ്. ആ ആദ്യ നെഗേഷൻ, ആ ആദ്യ നിഷേധം പോലും അവിടുന്ന് ഓർത്തിരുന്നിട്ട് പറയുകയാണ്. അവൻ ഓർത്തിരുന്നിട്ട് പറയുക, നിനക്ക് അനേകം വാസസ്ഥലങ്ങൾ ഞാൻ ഒരുക്കും. അന്ന് ഒരു സത്രമാണ് അടയ്ക്കപ്പെട്ടത്, അനേകം സത്രങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കും. ഈ വചനത്തിൻ്റെ പൊരുൾ എന്താ? നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യ ആവശ്യത്തിൽ പോലും ദൈവത്തിൻ്റെ ഒരു കണ്ണുണ്ട്, താങ്ങുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാഥമിക ആവശ്യത്തിൽ പോലും, ദ ബേസിക് നീഡ്, ആത്മാവിൻ്റെ ഏറ്റവും പിടച്ചിലിൽ പോലും കർത്താവിൻ്റെ ഒരു കൈയുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മുറി ഒരുക്കിയിട്ടുണ്ട്, ഒരു തീരുമാനം നിന്നെ പ്രതിയുണ്ട്. ആമേൻ ആമേൻ ആമേൻ.